ഈ വന്ന മോഹം അകലെ പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങളിൽ ഉലകിൽ ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമയിതി നാമങ്ങളെന്നി ഹരിനാരായണായ നമ. ഈ വന്ന മോഹമകലെ പോവതിന് പുനരീവണ്ണമുള്ളൊരു ഉപദേശങ്ങളിൽ ഉലകിൽ ജീവന് കൃഷ്ണ ഹരി ഗോവിന്ദ രാമയിതി നാമങ്ങളെന്നി ഹരിനാരായണായ നമ. കൃഷ്ണ ഹരി ഗോവിന്ദ രാമ ഇങ്ങനെയുള്ള നാമങ്ങൾ എന്നെ എന്താണ് കൃഷ്ണ ഹരി ഗോവിന്ദ രാമ എന്നിങ്ങനെയുള്ള നാമങ്ങൾ അല്ലാതെ മോക്ഷത്തിന് വേറെ നല്ല മാർഗങ്ങളില്ല എന്ന് പറയുന്നു. ഇവിടെ ഇത് കീർത്തനം എന്നുള്ള ഭക്തിഭാവത്തെ ഊന്നിയിട്ടുള്ള കാവ്യാണല്ലോ. അപ്പൊ ഭജനം എന്താണ്? ഭജനം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതാണല്ലോ നവവിധ ഭക്തിഭാവങ്ങള്. ഭജനം, കീർത്തനം, ഓർക്ക, സ്മരണം, പാദസേവനം, അർച്ചിക്കുക, പൂജിക്കുക, വന്ദിക്കുക, ദാസ്യം, ദാസദാസഭാവം, സഖ്യം, ചങ്ങാതിയാക്കുക, ആത്മനിവേദനം, സമർപ്പിക്കുക. ഇതില് കീർത്തനത്തെയാണ് ഈ കാവ്യം പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാമജപത്തിനും രൂപാരാധനയ്ക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ് ഇപ്പോൾ മെഡിറ്റേഷന് ഇതിൽ പ്രാധാന്യം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നതാണ്. ആത്മനിവേദനത്തിലോ സഖ്യത്തിലോ എത്തിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മോക്ഷത്തിന് ഉള്ള പടി എന്താ അത്രേ? നാമജപത്തിലൂടെയും രൂപാരാധനയിലൂടെയും ക്ലേശം കൂടാതെ ഒരു ഭക്തന് പതുക്കെ മുക്തിയിലേക്ക് കയറാം. നാമജപത്തിന്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ജീവന് ഈ വന്ന മോഹം അകലെ പോവതിന് ലോകത്തിൽ വേറെ ഉപദേശങ്ങളില്ല എന്ന് പറയുന്നത് കൊണ്ട് നാമജപം മാത്രം മതി മോക്ഷത്തിന് ധരിക്കരുത്. നാമജപത്തിന്റെ പ്രാധാന്യം അത് ആർക്കും എപ്പോഴും എവിടെ വെച്ചും ആകാമെന്നുള്ളത് കൂടാതെ ഒരുവിധ സജ്ജീകരണവും അതിനാവശ്യമില്ല. ഭജനയ്ക്ക് പിന്നെ കുറച്ച് ആൾക്കാർ വേണം, ശബ്ദം വേണം, അതിൻ്റെ നല്ല ഭജനയാവണമെങ്കിൽ അതിൻ്റെ ഓർക്കസ്ട്ര വേണം, അങ്ങനെ പലതും ഉണ്ടെങ്കിലല്ലേ മനസ്സ് നിൽക്കുള്ളൂ. പൂജയ്ക്ക് അതിനുള്ള സന്നാഹങ്ങൾ വേണം, പൂവ്, വിളക്ക്, ഇതൊക്കെ വേണം. അപ്പോൾ സ്മരണയ്ക്കാണെങ്കിൽ സ്മരണ വരുമ്പോഴേക്ക് വേറെ പോവും. പാദസേവനത്തിനൊക്കെ ബാക്കി ആവശ്യങ്ങൾ, ബാക്കി സാധനങ്ങളൊക്കെ, സാഹചര്യങ്ങളൊക്കെ ബാക്കിയുള്ളതിനൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു സജ്ജീകരണവും ആവശ്യമില്ല. ലളിതമായ ഭക്തിമാർഗമാണ് കീർത്തനം. ദ്വൈതബോധം അകലാൻ കലിയുഗത്തിലെ ഭക്തിമാർഗം ഏറ്റവും ലളിതം. ഭക്തിമാർഗത്തിൽ തന്നെ ഏറ്റവും ലഘു നാമോച്ചാരണം. ശബ്ദത്തിന്റെ സ്പന്ദന ശക്തിയെ പറ്റിയിട്ട് ശാസ്ത്രം പറയുന്നു. നാം ഉച്ചരിക്കുന്ന ശബ്ദം നല്ലതാണെങ്കിൽ അതുണ്ടാക്കുന്ന സ്പന്ദനം നമ്മളിലും മറ്റുള്ളവരിലും ഉദാത്തമായ സ്പന്ദനങ്ങൾ ജനിപ്പിച്ച് നമ്മുടെ അന്തരംഗത്തെ കൂടുതൽ പവിത്രവും ഉദാരവുമാക്കി തീർക്കും. അതിനാൽ ഉച്ചരിക്കുന്ന ശബ്ദം തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കണം. അതുപോലെ കേൾക്കപ്പെടുന്ന ശബ്ദവും നല്ലതായിരിക്കണം. ചീത്ത വാക്കുകൾ പറയരുത്, ചീത്ത വാക്കുകൾ കേൾക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അത് പറയുന്ന ഓരോ വാക്കും മന്ത്രമായിട്ട് മാറണം. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ മക്കളെ നിന്നും ഇപ്പോൾ വേറുള്ള ആൾക്കാരെ, സ്കൂളിലാണെങ്കിൽ കുട്ടികളെ ഒന്നും നമ്മൾ അങ്ങനെ ചീത്ത വാക്കുകൊണ്ട്, ഇത്ര ഒരു പാരമ്പര്യമുള്ള ആൾക്കാർ പൊതുവേ ചീത്ത വാക്ക് പറയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് അറിയില്ല, ചീത്ത പറയാനുള്ള വാക്കുകൾ അറിയാത്ത ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ പവിത്രമായ ശബ്ദം മാത്രം പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥമായ വികാര വിചാരങ്ങൾ അതുണ്ടാക്കും. അതുകൊണ്ട് നാമം തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ വേണം. നാമത്തിൻ്റെ ഓരോ പറയുമ്പോഴും ഓരോ അർത്ഥം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. രാമൻ എന്ന് പറയുമ്പോഴുള്ള സുഖമുണ്ടോ രാവണൻ എന്ന് പറയാൻ? ഇല്ല. രാമൻ, ഹരി, കൃഷ്ണ, ഇതിൻ്റെയൊക്കെ അർത്ഥം ആലോചിച്ച് നോക്ക്. കൃഷ്ണ, കാർഷ്ണ്യ നിറമുള്ളവൻ, ഗുരുകൃഷ്ണൻ്റെ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഹരി, എല്ലാറ്റിനെയും ഇല്ലാണ്ടാക്കുന്നവൻ, നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ മറ്റ് ഈശ്വരനിലേക്ക് എത്താൻ തടസ്സമായിട്ടുള്ളതിനൊക്കെ ഇല്ലാതാകുന്നവൻ. ഗോവിന്ദൻ, ഗോവിനെ രക്ഷിക്കുന്ന ആള്. പശുക്കളെ പോലുള്ള ജന്മം എന്നാൽ പ്രത്യേക സൂചനയുണ്ട്. അല്ലാത്ത ജന്മങ്ങളെയല്ല, നല്ല ജന്മങ്ങളെ. പശു എന്ന് പറഞ്ഞ മനുഷ്യനുമാണല്ലോ. അങ്ങനെയുള്ള ജന്മങ്ങളെ രക്ഷിക്കുന്നവൻ. രാമ, രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ഇങ്ങനെയുള്ള പേര്, ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്.
ആ പേര് കേൾക്കുക, അത് അതിൻ്റെ അർത്ഥം ഓർക്കുക. അങ്ങനെ അത് ചൊല്ലിയിട്ട് ഭഗവാനെ ജപിക്കുമ്പോ അത് വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയണു. അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ലാതെ ലലല തതത എന്നൊക്കെയുള്ള പേര് കൂട്ടി നിർമ്മിച്ച് പറഞ്ഞും കേട്ടും പരിചയിച്ചാല് നമുക്ക് വിരുദ്ധങ്ങളായ മാനസികാവസ്ഥകളാണ് ഉണ്ടാവുക. അതുകൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് സപ്താഹത്തിലൊക്കെ ഈ പറയുന്നത് പേര് കൂട്ടി വെച്ചിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേര് കൂട്ടി വെച്ച് ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. ആ അർത്ഥത്തില് അങ്ങനെ അർത്ഥമുള്ള പേരായിരുന്നു. അജാമിളൻ്റെയൊക്കെ കഥ ഓർക്കാം. അവസാനം മകനെ നാരായണ എന്ന് വിളിച്ചപ്പോ ഭഗവാന്റെ ദൂതന്മാര് വന്ന് കൊണ്ടുപോയ കഥ. സത്യത്തില് ഹരിനാമകീർത്തനവും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പരസ്പരം വളരെയധികം ഇഴയെടുപ്പുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ ഗുണം ചെയ്യും എന്ന് തോന്നാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമിതമെന്നാകിലും വഴിയെ ചെല്ലുന്നതാര് തിരുനാമങ്ങളന്നവനു നല്ലൂ ഗതിക്കു വഴി. നാരായണായ നമ. ഉള്ളിൽ കനത്ത മതം മാത്സര്യം എന്നിവകളുള്ളോരു കാലം ഇതം എന്നാകിലും വഴിയെ ചൊല്ലുന്നതാര് തിരുനാമങ്ങളന്നവനു നല്ലൂ ഗതിക്കു വഴി. നാരായണായ നമ. ഇതം ഉള്ളിൽ കനത്ത മതമാത്സര്യം എന്നിവകളുള്ളൊരു കാലം. ഈ കാലം മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു വെച്ച മതമാത്സര്യം ഉള്ള കലികാലാണ്. പ്രപഞ്ചത്തിന്റെ സർഗപ്രളയങ്ങളെ ഓരോന്നിനെയും ഓരോ കൽപ്പം എന്ന് പറയും. ഒരു സർഗവും ഒരു പ്രളയവും ചേർന്നാല് ബ്രഹ്മാവിന്റെ ഒരു ദിവസമായി. ബ്രഹ്മാവിന്റെ പകല് സർഗം, രാത്രി പ്രളയം. ഒരു കൽപ്പം എന്ന് പറയുന്നത് 432 കോടി വർഷം. ഓരോ കൽപ്പവും 14 മന്വന്തരം. ഓരോ മന്വന്തരവും 71 മഹായുഗം. ഓരോ മഹായുഗവും ഓരോ ഓരോ മന്വന്തരവും 71 മഹായുഗം പ്ലസ് ചതുര്യുഗം. ഓരോ മഹായുഗം ചതുര്യുഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ 4 യുഗം എന്ന് പറയുന്നത് ഒരു മഹായുഗമാണ്. ഏതാണ്? സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം, രണ്ടും പറയും. സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം. ത്രേതായുഗം രാമന്റെ. സത്യയുഗത്തിൽ പിന്നെ അവതാരം ഇല്ല, അറിയാലോ. സത്യയുഗം എല്ലാവരും മുനിമാരാണ്. അങ്ങനെയുള്ള കാലം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ത്രേതായുഗം രാമന്റെ, ദ്വാപരയുഗം കൃഷ്ണന്റെ, കലിയുഗം ഇപ്പൊ ദാ നമ്മളുടെ. ഈ 4 കൂടി ചേർന്നാലാണ് ഒരു ചതുര്യുഗം. ഇങ്ങനെ ഒരു ചതുര്യുഗത്തിന്റെ നീളം എന്ന് പറയുന്നത് 43,20,000 വർഷമാണ്. ഇതേപോലെ 4 എണ്ണം കൂടി ചേർന്നാലാണ് ഓരോ യുഗം പറയണത്. യുഗം എന്ന് പറയണത് 43,20,000 വർഷം. ഇതിൽ സത്യയുഗം 17,20,000, ത്രേത 12,90,000, ദ്വാപരം 8,64,000, കലിയുഗം 4,32,000. ഇപ്പൊ ഈ 4,32,000 വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃതയുഗം, സത്യയുഗം എന്ന് പറയണത് ഇതിപ്പോ കലി എന്ന് ഉള്ളതിന്റെ വിശദീകരണമാണ് കേട്ടോ. കലികാലം, കാലം ഉള്ള ഒരു കാലം, മതം മത്സര്യം ഉള്ള കാലം എന്നുള്ളതിന്റെ വ്യാഖ്യാനാണ് ഇപ്പൊ ഇത് വരുന്നത്. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ യുഗമാണ്. അത് സുവർണയുഗമാണ്. ആ യുഗത്തിൽ 100% സത്യധർമ്മങ്ങളും നിലവിലുണ്ട്. അധർമ്മചാരികളായ ജനങ്ങളില്ല. ത്രേത വന്നപ്പോഴേക്ക് എന്തായി? ശ്രീരാമന്റെ കാലം വന്നപ്പോഴേക്ക് 75% ധർമ്മമുണ്ട്, ബാക്കി 25 അധർമ്മം. ഇനി എന്താ ഈ ത്രേത എന്ന് പറയാൻ കാരണം എന്നാണ് അടുത്തത് പറയണത്. ലോക ജീവിതത്തെ ഒന്നാക്കി കണക്കാക്കുക, അത് 100%. പിന്നെ അതിന്റെ 75% ധർമ്മം. ഇതില് ഗാർഹപത്യം, ദക്ഷിണാത്യം, ആഹവനീയം എന്ന് 3 അഗ്നിയുണ്ട്. അഗ്നി ത്രേതാ ഗരീയസി എന്ന ശ്രുതി പ്രകാരം ഗാർഹപത്യം എന്ന് പറയുന്ന അഗ്നി ഗാർഹികമായ കർമ്മങ്ങൾക്ക്. അഗ്നിയെ തന്നെ പലതായിട്ട് തിരിക്കണ്ടേ. അടുക്കളപ്പണിക്കുള്ള അഗ്നിയാണ് ഗാർഹപത്യം, വീട്ടിലുള്ള കാര്യങ്ങൾക്ക്.
ദാക്ഷിണാത്യം എന്ന് പറയുന്നത് പിതൃകർമ്മങ്ങൾക്ക്, ആഹവനീയം എന്ന് പറഞ്ഞ യാഗാദി കർമ്മങ്ങൾക്ക് ജ്വലിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിതൃകർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു അഗ്നി എടുക്കില്ലേ, ആ തീ അങ്ങോട്ട് എടുക്കാറില്ലല്ലോ. വിളക്കുന്ന് ഇങ്ങോട്ട് എടുക്കും തീയ്യ്. പൂജാമുറിയത്തെ വിളക്കുന്ന് പിതൃകർമ്മത്തിന് എടുക്കൊണ്ട് തെറ്റില്ല. പക്ഷെ ഈ പിതൃകർമ്മം കഴിഞ്ഞിട്ടുള്ള അഗ്നി തിരിച്ച് അങ്ങോട്ട് എടുക്കില്ല. അത് പിന്നെ അണച്ച് തിരിയാണ്ട് വലിച്ചെറിഞ്ഞിട്ടാണ് നമ്മൾ പോവാറ്. അങ്ങനെയാണ് പറയാറ് ഇതൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാർ. അപ്പൊ അകത്തേക്ക് എടുക്കാറില്ല സാധാരണ ഇതിന്റെ. അത് വേറെ അഗ്നിയാന്നുള്ള സങ്കല്പം. പിന്നെ യാഗാദി കർമ്മങ്ങൾക്കുള്ള അഗ്നി അത് വേറെയാണ്. അത് സൂക്ഷിക്കുന്ന അഗ്നിയാണ്. അങ്ങനെയുള്ള അഗ്നിഹോത്രികളൊക്കെ ഇല്ലങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന അഗ്നി യാഗാദി കർമ്മങ്ങളുടെ അഗ്നിയാണ്. അപ്പൊ അഗ്നിഹോത്രികള് ഈ 3 അഗ്നികളെയും ആരാധിക്കുന്നവരാണത്രേ. ത്രേതായുഗത്തിൽ ഈ 3 അഗ്നികൾക്കും ഉള്ള പ്രാധാന്യം, അതാണ് ത്രേത. ഈ 3 അഗ്നിക്കും ഉള്ള പ്രാധാന്യം. ഈ 3 അഗ്നികളും യജ്ഞസംബന്ധികളായതുകൊണ്ട് ത്രേതായുഗത്തിലെ ധാർമ്മിക ജീവിതത്തെ അത് പ്രകാശിക്കുന്നു. ദ്വാപര ശബ്ദത്തിന് സന്ദേഹം, സംശയം എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വാപരം സന്ദേഹത്തിന്റെ യുഗമാണ്. അതുകൊണ്ട് 50% ധർമ്മവും 50% അധർമ്മവും ദ്വാപരത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കൃഷ്ണനും പോവേണ്ടി വന്നത്. ദ്വാപരം കഴിഞ്ഞോടുകൂടി കൃഷ്ണൻ പോയില്ലേ, അല്ലെങ്കിൽ കൃഷ്ണൻ പോയോടുകൂടി ദ്വാപരം കഴിഞ്ഞു പറയാം. കലി എന്ന് പറഞ്ഞാൽ തന്നെ കലി കയറുക പറയില്ലേ, ക്രോധവാചിയാണ്. അതുകൊണ്ട് കലിയുഗം എന്ന് പറഞ്ഞാൽ തന്നെ ക്രോധത്തിന്റെ യുഗമാണ്. 75% അധർമ്മം, 25% ധർമ്മമാണ് ഇവിടെ ഉള്ളൂ. ഈ മന്വന്തരത്തിനെ ശ്വേതാശ്വരതം എന്ന് പറയുന്ന 7ാമത്തെ മന്വന്തരാണ്. ആ മന്വന്തരത്തിലെ 28ാമത്തെ മഹായുഗത്തിലെ കലിയുഗമാണ് ഇത്. മനസ്സിലായില്ലേ അച്ഛ? പറയൂ, നമുക്ക് വീണ്ടും വിശദാക്കാം. 2 പ്രാവശ്യം കേട്ടു നോക്കൂ. നമ്മളിതൊക്കെ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇത് ഒരു കണക്കാണ്, കാലത്തിന്റെ ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇനി കലിയുഗം എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് ശ്രദ്ധിച്ചു കേൾക്കൂ. കലിയുഗം എന്ന് പറഞ്ഞാല് കലഹത്തിന്റെ യുഗം. ഈ കലിയിൽ 75% അധർമ്മം, അസത്യം. അതുകൊണ്ട് 25% സാത്വികമായിട്ടുള്ളൂ. 25% ആൾക്കാരെ സാത്വികരുള്ളൂ. ചില ആൾക്കാരാണെങ്കിൽ അതിൽ 25% സാത്വികത ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ രജസ്സും തമസ്സുമാണ്. നമ്മുടെ എല്ലാ സമയം തപസ് ചെയ്യണമൊന്നും ഇല്ലല്ലോ. കുറെ പണിയെടുക്കും, കുറച്ച് തമസ് ഉണ്ടാവും. എന്താ രജസ്? രജസ് പറഞ്ഞ വികാരങ്ങളുടെയും കർമ്മങ്ങളുടെയും ബീജാണ്. തമസ് ആലസ്യത്തിന്റെയും അജ്ഞതയുടെയും. രണ്ടിന്റെയും ആദിക്യം ഒരുമിച്ചുണ്ടാകുമ്പോൾ മനസ്സ് അസ്വസ്ഥമായി എന്തും ചെയ്യും. അപ്പൊ മതമത്സര്യങ്ങൾ കൂടും. സ്വാർത്ഥത കൊണ്ട് മനുഷ്യൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. ആ വക അധർമ്മ വിക്രിയകളൊക്കെ മോക്ഷത്തിന് ബാധിക്കും. എങ്കിലും തിരുനാമങ്ങൾ ആരാണ് ചൊല്ലുന്നത്? അവന് ഗതിയുണ്ട്. രജസ് തമസ്സുകളുടെ അതിപ്രസരം വഴി ഉണ്ടാകുന്ന ഞാൻ എന്നും എന്റേതെന്നുമുള്ള ദ്വന്ദ്ം, ഈശ്വരനെന്ന് എപ്പോഴും വിചാരിക്കാതെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു ദ്വന്ദ്ം, അഹന്തയ്ക്കും മതത്തിനും മത്സരത്തിനും വഴിതെളിച്ച് ജീവിതം കൂടുതൽ കൂടുതൽ അന്ധമാക്കി തീരുന്ന യുഗത്തില് രക്ഷയ്ക്ക് ഉടൻ അവലംബമായിട്ട് അയത്നലളിതമായിട്ട് സ്വീകരിക്കപ്പെടാവുന്നതായിട്ട് നാമജപം മാത്രമേ ഉള്ളൂ. ജപയജ്ഞത്തിന്റെ പ്രാധാന്യം യജ്ഞാനാം ജപേ യജ്ഞോസ്മി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ പ്രസ്താവം ആശ തരുന്നൊരു ഉപദേശമാണ്. എത്ര കണ്ട് മായയിൽ മുങ്ങിയാലും നിരാശനാകേണ്ടതില്ല. ജപിക്കൂ നാമം, കരകയറാം, മോക്ഷത്തിലെത്തും. അജാമിളന്റെ കഥ നാരായണ എന്ന് വിളിച്ചപ്പോൾ ഭഗവാന്റെ ഭാഷതന്മാർ വന്നില്ലേ? ആ കഥ ഈ മതം സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാല് ഈ കാലത്ത് ഉള്ളിൽ എത്ര മതവും മത്സരമുള്ള കാലാണെങ്കിലും ആരാണോ തിരുനാമം ചൊല്ലുന്നത് അവന് സൽഗതിക്ക് മോക്ഷപ്രാപ്തിക്കുള്ള അവസ്ഥ വരും എന്ന് ഹരിനാമകീർത്തനം പറയുന്നു.